ഒരു ദിവസം സൂര്യപ്രകാശമുള്ള ദിവസത്തിൽ അന്റാർട്ടിക്കയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അവനവിടെ എത്തിയിട്ട് ആ ബോട്ടിൽ നിന്ന് ഉത്സാഹത്തോടെ വെളുത്ത തണുത്ത മലയിലൊക്കെ എടുത്ത് ചാടുന്നുണ്ട്. വിഷ്ണു ചുറ്റും അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് കേട്ടോ. അവന്റെ മുഖത്ത് വലിയൊരു പുഞ്ചിരി വിടരുന്നുണ്ട്. അവന്റെ മുന്നിലുള്ള വിശാലമായ മഞ്ഞുപ്രദേശം കണ്ട് സന്തോഷത്തോടെ ശ്വാസം പിടിച്ച് നോക്കുകയാണ് അവന്. അപ്പോഴേക്കും പ്രേമിന്റെ അരികിൽ നിന്ന് ഒരു ചെറിയ കൗതുകമുള്ള ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അതെ, അത് ഞങ്ങളുടെ ചിക്കുവാണ്, ഒരു ക്യൂട്ട് അഡോലി പെൻഗ്വിൻ കുഞ്ഞ്. തല ചായച്ച് കൗതുകത്തോടെ നോക്കുന്നുണ്ട് കേട്ടോ. ചിക്കു വലിയ ഇന്നോസെന്റ് കറുത്ത കണ്ണുകളോടെ വിഷ്ണുവിനെ നോക്കി ചെറുതായി ചിറകിട്ട് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. സൗഹൃദത്തോടെ കൈ നീട്ടുന്നു. അവൻ സ്നേഹത്തോടെ പറയുന്നു, ഹലോ കുഞ്ഞെ, നിന്റെ പേരെന്താണ്? ചിക്കു സന്തോഷത്തോടെ ക്വാക്ക് ക്വാക്ക് എന്ന് ചിറകിട്ട് മറുപടി പറയുന്നു. അപ്പോഴത്തേക്കും അപ്രതീക്ഷിതമായി ഒരു പൊട്ടി ഐസ്ബർഗിന്റെ പിന്നിൽ നിന്ന് 2 നീല നിറത്തിലുള്ള കണ്ണുകൾ പ്രത്യക്ഷപ്പെടുന്നു. അല്പം ഗർവമുള്ള മുഖത്തോടെ ആ വെള്ള മാതൻ എന്ന പൂച്ച പുറത്തേക്ക് നടന്നു വരുന്നുണ്ട്. വില്ലനായ മാതൻ വന്നതെന്തിനാന്നറിയോ? സൺ ക്രിസ്റ്റൽ മോഷ്ടിക്കാനായി. ക്രിസ്റ്റൽ സുന്ദരമായ ചൂടോടെ മൃദുവായ പ്രകാശം പുറപ്പെടുന്നു. അപ്പോൾ തന്നെ മാതൻ ഗബ്ഡമായ പുഞ്ചിരിയോടെ നോക്കുന്നു. എനിക്ക് ഈ തണുപ്പൊന്നും ഇഷ്ടമല്ല. ഈ സൺ ക്രിസ്റ്റൽ എന്റെ ആഗ്രഹം പോലെ ചൂടുള്ള സൂര്യപ്രകാശം ഈ കടലിന് മൊത്തം പ്രകാശം നൽകും. ആ ഒരു ആഗ്രഹം നിറവേറ്റി തരും എന്നത് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. പിന്നെ വിഷ്ണുവും ചിക്കുവും സ്നോബോൾ ഉണ്ടാക്കി കളിക്കുകയായിരുന്നു. ക്രിസ്റ്റലിനടുത്ത് നിൽക്കുന്ന മാതനെ അവർ കാണുന്നു. വിഷ്ണുവും ചിക്കുവും ഒരുമിച്ച് ആകാംക്ഷയോടെ മാതനെ നോക്കുന്നു. വിഷ്ണു ഉറക്കെ നിലവിളിച്ചു, ഓ വേണ്ട, നോക്കൂ, ആ പൂച്ച സ്ഫടികം മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഐസിൽ നിന്ന് സൺ ക്രിസ്റ്റൽ വേർപ്പെടുത്തിയെടുത്തു. പെട്ടെന്ന് സുവർണ്ണ നിറത്തിലുള്ള ഒരു പ്രകാശാസ്മി ആകാശത്തേക്ക് പടർന്നു. ക്രിസ്റ്റൽ മാറ്റിയതോടെ അവരുടെ പാദത്തിനടിയിലെ മഞ്ഞ് വീഴാൻ തുടങ്ങി. മാതൻ ഉടനെ തന്നെ അടുത്തുള്ള വിചിത്രമായ സ്ലേറ്റിലേക്ക് ഓടി. അത് കാണാൻ ഐസിൽ ഓടുന്ന ഒരു വലിയ സ്വർണ്ണ ചിപ്പിയ പോലെ ഉണ്ട്. വിഷ്ണു മാതന്റെ പിന്നാലെ ഓടാൻ തുടങ്ങി. ചിക്കുവും വയറിലൂടെ മഞ്ഞിൽ തിങ്ങി നീങ്ങി അവരോടൊപ്പം ചേർന്നു. കടൽ തീരത്തേക്ക് മാതൻ വേഗത്തിൽ പാഞ്ഞു. അവിടെ കാത്തുനിന്ന ഒരു ചെറിയ ബോട്ടിൽ അവൻ ചാടിക്കയറി എൻജിൻ സ്റ്റാർട്ട് ചെയ്തു. അവരപ്പോൾ തന്നെ മരക്കഷ്ണങ്ങളും ഐസും ശേഖരിച്ച് ഒരു താൽക്കാലിക ചങ്ങാടം ഉണ്ടാക്കി. ദീർഘമായ യാത്രയ്ക്ക് ശേഷം അവർ ആ ദ്വീപിലെത്തി. അവിടെ മാതൻ വെയിൽ കായുകയും പാനീയങ്ങൾ കുടിച്ച് വിശ്രമിക്കുകയായിരുന്നു. വിഷ്ണുവും ചിക്കുവും പനങ്ങൾക്ക് പിന്നിൽ ഒളിഞ്ഞിരുന്ന് അവനെ സമീപിച്ചു. അപ്പോൾ തന്നെ പെട്ടെന്ന് മാതൻ സ്ഫടികം ഉപയോഗിച്ച് ഒരു മണൽക്കാറ്റ് സൃഷ്ടിച്ചു. മണൽക്കാറ്റിൽ കാഴ്ച മങ്ങിയെങ്കിലും ചിക്കു ധൈര്യപൂർവ്വം തന്റെ കൊക്കുകൊണ്ട് മാതന്റെ കയ്യിൽ നിന്ന് ക്രിസ്റ്റൽ തട്ടിയെടുത്തു. വിഷ്ണു ഒരു മഞ്ഞുകട്ട മാർത്തന്റെ നേർക്കെറിഞ്ഞു. അത് കൃത്യമായി മാർത്തന്റെ മേൽ കൊള്ളുകയും അവൻ കസരയിൽ നിന്ന് താഴെ വീഴുകയും ചെയ്തു. മാർത്തൻ പരാജയപ്പെട്ടു. വിഷ്ണുവും ചിക്കുവും വേഗത്തിൽ ക്രിസ്റ്റലുമായി തങ്ങളുടെ ചങ്ങാടത്തിൽ അന്റാർട്ടിക്കയിലേക്ക് തിരിച്ചു. അവർ ആ സൺ ക്രിസ്റ്റൽ അതിന്റെ പഴയ സ്ഥാനത്ത് തന്നെ പ്രതിഷ്ഠിച്ചു. സൺ ക്രിസ്റ്റലിന്റെ ചൂട് പടർന്നതോടെ മഞ്ഞുവിള്ളലുകൾ പഴയ പോലെ സുന്ദരമായി. വിള്ളലുകൾ നിലച്ചു. ആ പ്രദേശം രക്ഷപ്പെട്ടു. പെൻഗ്വിനുകൾ എല്ലാവരും സന്തോഷവതികളായി. മാതനും തന്റെ തെറ്റ് മനസ്സിലാക്കി. ഒടുവിൽ എല്ലാവരും സുഹൃത്തുക്കളായി മാറി. അന്റാർട്ടിക്കയുടെ സൗന്ദര്യം എല്ലാവരും ആസ്വദിച്ചു.